എൻഡിഎയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സ്വാഗതം ചെയ്യുന്നതായി ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത് ഷാ. കേരളത്തിൽ മുന്നണിക്കായി ബിജെപി ശ്രമിക്കില്ല. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെ പിന്തുണയ്ക്കാൻ മതേതര പാർട്ടികൾ തയ്യാറാകുമോ എന്നും അമിത് ഷാ ചോദിച്ചു. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെ പിന്തുണയ്ക്കുവാൻ തയ്യാറാണോ എന്ന് സെക്യുലർ പാർട്ടികളെന്ന് അവകാശപ്പെടുന്നവർ വ്യക്തമാക്കണമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു. ഘർ വാപ്പസി എന്നത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് നിശ്ചയിക്കേണ്ടത് കോടതിയാണ്. ഏതൊരു നിർബന്ധിത മതപരിവർത്തനത്തെയും ബിജെപി എതിർക്കുന്നതായും അമിത് ഷാ പറഞ്ഞു. ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കുന്നതടക്കമുള്ള ഹിന്ദു മഹാസഭ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബിജെപിക്ക് ബന്ധമില്ലെന്നും അമിത് ഷാ വ്യക്തമാക്കി. इसमें बीजेपी का कहां सवाल आता है? हिंदू महासभा एक अलग ऑर्गेनाइजेशन, वो अपना काम करेगी. मेरे सपोर्ट देना या न देने का सवाल ही नहीं है. मेरी पार्टी का इससे कोई लेन देन नहीं. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പോടെ ബിജെപി കേരളത്തിൽ നിർണായക ശക്തിയായി മാറും. ഈ വർഷം 40 ലക്ഷം അംഗങ്ങളെയാണ് സംസ്ഥാനത്ത് ബിജെപി ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനത്ത് മൂന്നാം മുന്നണിക്കായുള്ള ശ്രമങ്ങളൊന്നും ബിജെപി നടത്തുന്നില്ല. എന്നാൽ എൻഡിഎയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കക്ഷികളെ സ്വാഗതം ചെയ്യുന്നതായും ബിജെപി ദേശീയ അധ്യക്ഷൻ പറഞ്ഞു. केरल में सत्ता परिवर्तन होने जा रहा है. आप देखिएगा नेक्स्ट असेंबली में केरल में बीजेपी मेन फोर्स बनकर उभरेगी. UDF ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതാണ്. UDFന്റെയും LDFന്റെയും മാറി മാറിയുള്ള ഭരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർത്തെന്നും ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത് ഷാ ആരോപിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.